എടി ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പൊ എത്തും. എടാ അതല്ലടാ, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല. അയ്യോ അത് എന്റെ വെല്ലിച്ചും മരിച്ചുപോയി. അയ്യോ എടാ നമുക്ക് ഈ ഷൂട്ട് വേറെ ദിവസത്തേക്കൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? അയ്യോ ഷൂട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. ഒരു മാസമായിട്ട് പറയുന്ന. ആണോ? എടാ എനിക്കിന്ന് വരാൻ പറ്റത്തില്ലടാ. ഓക്കെ എനിക്ക് മനസ്സിലാവും. എന്റെ പരിചയത്തിൽ വേറെ ആരും കാണോ? ഇല്ലടാ, ക്യാമറ ഫിയർ ഒന്നും ഇല്ലാത്താരെങ്കിലും. എന്റെ പരിചയത്തിൽ അങ്ങനെ ആരും ഇല്ല. സോറി കേട്ടോ, ഞാൻ നിന്നെ വിളിക്കാം. ഹലോ 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 എടാ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റീൽസ് ഒക്കെ ചെയ്യുന്ന. നമ്പർ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യോ? ചെയ്തുതരാം ശരി. ഓക്കെ ഞാൻ വിളിച്ചോളാം. ഓക്കെ ഹലോ ധനികല്ലേ? ഹലോ അതെ, എൻ്റെ പേര് കിരൺ എന്നാണ്. ഞാൻ വൃന്ദ കൊണ്ട് വിളിക്കുക. ഓക്കെ വൃന്ദ പറഞ്ഞിരുന്നു. ഒരു ആഡിന് ഷൂട്ടാണ്, ചെറായിൽ വെച്ചിട്ടാ. ഓക്കെ ഞാൻ വരാം. തനിക്ക് വരാൻ പറ്റുമോ? വരാം. ഓക്കെ താങ്ക് യു. ഓക്കെ. ഹലോ എടാ ഞാൻ ആളെ മേക്കപ്പ് കഴിഞ്ഞ് വിട്ടിട്ടുണ്ടേ. ഞാൻ ഇപ്പൊ വരാം, എനിക്കൊരു ക്ലയന്റ് കോൾ ചെയ്യാനുണ്ട്. ഓക്കെ താങ്ക് യു. ഞാനാ ധനിക. എന്നെങ്ങനെ മനസ്സിലായി? അത് ഞാൻ വാട്സപ്പിൽ DP നോക്കിയിരുന്നു. വിശ്വസിക്കാൻ കൊള്ളാൻ ആളാണോ അറിയണ്ടേ, അതുകൊണ്ട്. വെയിറ്റ്, എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ എടുത്ത ഫോട്ടോസ് ഒക്കെ ആദ്യം എന്നെ കാണിക്കണം. അത് നിങ്ങൾക്കും അവർക്കും മാത്രം ഓക്കെ ആയി പോരാ, അത് എനിക്കും കൂടെ ഓക്കെ ആവണം. എന്നാലേ ഫോട്ടോസ് ഒക്കെ ഓക്കെ ആവും. ഇത് നിങ്ങൾക്ക് ഓക്കെ ആവണം. അതെ, ഒരു ജ്യൂസ്. ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാൻ മടിക്കണ തെണ്ടികളെ. വെയിറ്റ്, കണ്ടീഷൻസ് കഴിഞ്ഞിട്ടില്ല. പേയ്മെന്റ് എങ്ങനെയാ? ഇതിന്റെ ഫ്രണ്ടിന്റെ ഒരു വർക്കാണ്, ചെറിയ എന്തെങ്കിലും പേയ്മെന്റ് സെറ്റ് ആക്കി തന്നാ പോരെ. ഫ്രണ്ടിന്റെ ആണല്ലേ, നേരത്തെ പറയണ്ടേ? എനിക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട, പക്ഷേ ഇവിടുത്തെ ഓർണമെന്റ്സ് ഞാൻ എടുത്തോളാം. ലോൺ എടുത്തിട്ടാണ് ഞാൻ വാങ്ങി തരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജ്യൂസ് വന്നില്ല, എന്നാലും കുഴപ്പമില്ല, തുടങ്ങാം. അതായത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു റീലും പിന്നെ കുറച്ച് ഫോട്ടോസും ആണ്. ഓക്കെ അല്ലേ? സോ അതാണ് സ്പോട്ട്. അപ്പോൾ ഇന്ന് പോസ് ചെയ്യും. ഓക്കെ. ധനിക, എടോ പേയ്മെന്റ് ഞാൻ പൈസ സെറ്റാക്കിയിട്ട് തരാം കേട്ടോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എനിക്കറിയാം നിനക്ക് ഇതിന് പേയ്മെന്റ് ഒന്നും ഇല്ലാന്ന്. അത് പിന്നെ ഞാൻ ആദ്യമായിട്ട് വന്നതിനൊരു ജാടയ്ക്ക് പറഞ്ഞല്ലേ, കുഴപ്പമില്ല.
പിന്നെ ഇനി വർക്കിന് വിളിച്ചവരല്ലേ? പിന്നെന്താ? ഓക്കെ, കാണാം. ഓക്കെ, ശരി. ശരി. ഹലോ. ഹലോ, പറ മോനെ. എടീ, ഇന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയല്ലേ? എന്തോന്ന് വിളിച്ചെന്നെ കഴിപ്പോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ ഓക്കെ അല്ലേ എന്ന്? കിടന്ന് കറങ്ങാൻ്റെ കാര്യത്തിട്ട് വാടാ. എടീ, ഇതേ, ഇന്ന് വന്ന നിന്റെ ഫ്രണ്ടില്ലേ ധനിക, അവളാളെ കൊള്ളാം കേട്ടാ. ഓ, നമ്മളൊന്നും കൊള്ളില്ലേ? അയ്യോ, എന്നെ കൂടെ കൊല്ലി ഉദ്ദേശിച്ചത്. ശരി, നീ ആയതിന്റെ ഒരു കാര്യം പറയാം. അവളുടെ ബർത്ത്ഡേ, പിന്നെ അവളെ സിംഗിളും ആണ്. ആണോ? മതി മതി, എനിക്കിത് മതി, താങ്ക് യു. ശരി. ഹായ്. ബ്രോ, ഈ കേക്ക് ഓക്കെ. പിന്നെ ഞാൻ പറയുമ്പോൾ അങ്ങോട്ടോട്ട് തരാം. എന്താ ബ്രോ, ഗേൾഫ്രണ്ടിനാണോ?
ചിലപ്പോ നായിക്കും. ഓക്കെ, സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഹലോ. ഹലോ, എടാ നീ എവിടെയാ? ഞാൻ ആ ഇവിടെ ഞാൻ അവിടെ കേൾക്കലുണ്ട്, കയറിപ്പോര്. ആണോ? ആ ശരി. ഓക്കെ. ഹായ്. ഹായ്. ഇടി. എന്താ ഇവിടെ? കേക്കിന്റെ വല്ല ഷൂട്ടാണോ? കേക്കിന്റെ ആണ്. ഇത് കണ്ടത് കണ്ണടക്കി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെ അറിയാം? നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നാലും എങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാം. ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഞാൻ ഷുഗർ കട്ട. പിന്നെ ഇത് കഴിച്ചിട്ട് ചത്തുപോയാൽ ഞാൻ നോക്കിക്കോളാം. ഓ മതി. നമുക്ക് റൈഡ് വേണം. പോ. കണ്ടില്ലേ? പ്രണയമേ നീ ഒഴുകിയ നീർപ്പടവുകളായി ഞാൻ ഒഴുകി ഒഴുകി കനവു തിരയിൽ നീന്തിയിടുവാൻ. ഹേ പ്രണയമേ നീ ഒഴുകിയ നീർപ്പടവുകളായി ഞാൻ ഒഴുകി ഒഴുകി കനവു തിരയിൽ നീന്തിയിടുവാൻ. രാവെന്ന തുണിയിൽ തുഴയായി വന്നിടാം, ഓർമ്മകളിൽ ഒരോളമായി കൈക്കൊമ്പിൽ കോരിടാം. കാറ്റിന്റെ തീരിയിൽ മഴയായി പെയ്തിടാം, വിടരുന്ന പുലരിയിൽ പൂവായി പൂവിടാം. ഞാൻ നീ ഈ നാം, ഞാൻ നീ ഈ നാം. നിലവിൽ ഈ മഴ മൂടും കനവിൽ അരികെ. ഹലോ. ഞാനോ? ആ പറ. എനിക്ക് തന്നെ അത്യാവശ്യം കാണണം. ഞാൻ ഇവിടെ പാലത്തിൻ്റെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. ഓക്കെ. അരുണാ വിളിച്ചേ. അവനിപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ആണോ? നീ പോവല്ലേ? ആക്കണ്ടല്ലോ. ഓക്കെ. കുഞ്ഞിന്റെ കരള് കാലിന്റെ അടി എന്താ നിലത്തുറയ്ക്കാത്ത? അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്ക്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ഇരിക്കണം. നീ എന്താ കാണണമെന്ന് പറഞ്ഞേ? എൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ മോഹത്ത്, അവനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഫാഷൻ ഡിസൈനർ എന്തൊക്കെയാണല്ലോ. അപ്പോൾ എന്തോ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. സോ അത് വിൻ ചെയ്യാനായിട്ട് ഫോട്ടോ കോൺടെസ്റ്റ് ഉണ്ട്. പിന്നെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് നീ ഒന്ന് ചെല്ലാനായിട്ട്. എടാ പക്ഷേ ഇതൊരു ബഡ്ജറ്റ് വേണ്ടി വരില്ലേ? ബഡ്ജറ്റ് നിനക്ക് പാർട്ടിസിപ്പേറ്റ് ഒരുപാട് സെൻസ് ഉണ്ടോ? പക്ഷെ എൻ്റെ ഇൻഡാൻ്റെ ഔട്ട് വൈകിട്ട് നോക്കിയിട്ടല്ല. നിന്റെ ടാലന്റ്, നിന്റെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാ. ട്രൈ ചെയ്യാം. നോക്കിയിട്ട് കൂടി ഞാൻ പോട്ടെ, എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ആടാ ബൈ.
നിനക്ക് പാഴ്സലിലേക്ക് ഒരു വളർത്തുന്നുണ്ട് ഉണ്ടോ? പക്ഷെ ഞാൻ ഡൗട്ട് വൈകിട്ട് നോക്കിയിട്ടല്ല. എൻ്റെ ടാലൻറ്റ്, എൻ്റെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഹലോ ഹലോ പറയടാ. എടി നാളെ അത്യാവശ്യം കാണണമല്ലോ. എന്ത് പറ്റൂടാ? ഞാൻ നാളെ പറയാം. എവിടെ വെച്ചാ? നമ്മൾ സിനിമ കാണുന്ന സ്ഥലത്ത് തന്നെ. ഓക്കെ എല്ലാവരും കാണട്ടെ. ശരി. ഓക്കെ. ഒത്തിരി നേരമായി വന്നിട്ട്? കുറച്ച് ശരി. എന്ത് ലേറ്റ്? മരുന്ന് കഴിക്കേ ദുരന്ത വിളിച്ചേ. അപ്പൊ അവളുടെ ലവർ ആണെങ്കിൽ അവൾക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് കാണിക്കാൻ വേണ്ടി വിളിച്ചാ. അപ്പൊ അങ്ങനെ അല്ല, ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഗിഫ്റ്റ് കൊടുക്കാൻ കല്യാണം കഴിയണമെന്നൊന്നുമില്ലല്ലോ. അവര് കണ്ടുമുട്ടിയിട്ട് 1 വർഷമായി. അതായത് അടുത്ത നവംബർ 19 ആകുമ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങി തന്നെ തരണം. പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ നീ നിന്റെ കരിയർ ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് സെറ്റ് ആവും. ഒരു 4 വർഷം അപ്പൊ നീ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരണം. 4 വർഷം ആയിക്കോട്ടെ. അല്ല, നീ എന്താ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ? അതുണ്ടല്ലോ, ഞാൻ അരുണിനെ കാണാൻ പോയില്ലേ. അവന്റെ ഫ്രണ്ട് ഒരു ഫാഷൻ ഡിസൈനർ ഉണ്ട്. ഓൾ കേരള ലെവലിൽ നടക്കുന്ന ഒരു ഫാഷൻ ഷോയിൽ അവരുടെ കമ്പനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു ഫോട്ടോ കൊണ്ട് വിൻ ചെയ്യണം. ഞാനാണ് അവരുടെ ഫോട്ടോഗ്രാഫർ. കൊള്ളാലോ. ആരാ മോഡൽ? വേറെ ആരാ, നീ തന്നെ. ഓഹോ, അത് ശരി. അപ്പൊ അവൻ കുറച്ച് കോസ്റ്റ്യൂംസ് അയച്ചിട്ടുണ്ട്, നീ നോക്ക്. എടാ, ഈ കളറൊന്നും എനിക്ക് മാച്ച് ആവില്ല. എന്താ? എനിക്കിട്ടാ ചേരത്തില്ല. അതുകൊണ്ട് നിനക്ക് ചേരും, നീ നോക്കാതെയും. എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ തോന്നുന്നു. ഞാനല്ലേ ഫോട്ടോഗ്രാഫർ, എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇരുന്നാളെ നിനക്കാണ് അറിയാവുന്നേ. ഈ കളർത്തേരി കളപ്പാലിന്റെ കണ്ട് ഞാൻ പരിപാടി അറിയണം. എടാ, എനിക്ക് ഇങ്ങനത്തെ ഒന്നും പറ്റില്ല. നിനക്ക് മാച്ച് നീ നോക്കാതെയും. എപ്പോഴും നീ പറയുന്ന മാത്രം ശരിയാവണമെന്നുണ്ട്. നിനക്ക് താല്പര്യം നീ അത് പറഞ്ഞാൽ മതി. ഞാൻ വേറെ ആളെ നോക്കാം. എന്നാ പിന്നെ നീ വേറെ ആളെ നോക്കിയോ. പിന്നെ എന്നെ വിളിച്ചത്? ഹലോ ഹലോ ആടാ പറ. നമ്മൾ ഡിസൈൻ 2 ദിവസം ശേഷം നാലിലോട്ട് വന്നു ചോദിച്ചു. കാണുന്നു പറ. നടത്തുണ്ടാവും. ഓക്കെടാ. ഓക്കെ. ഹലോ ഹലോ. എടാ, നീ എവിടെ ഉള്ളേ? എനിക്ക് ഇതിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നമ്മൾ സ്ഥിരം മീറ്റ് ചെയ്യുന്ന പ്ലേസ് അല്ലേ, അങ്ങോട്ട് വരുമോ? 1/2 മണിക്കൂർ. മീറ്റിംഗ് കയറാൻ പോകുള്ളൂ. എടാ, ഞാൻ ഇപ്പോൾ വിളിക്കാവേ. ഹലോ ഹലോ ഹലോ. ആളെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ അവളെ വിളിച്ചിട്ട് പെട്ടെന്ന് പിന്നെ വിളിക്കാം. കഷ്ടപ്പെട്ട് കിട്ടിയ മീറ്റിംഗാ. എന്തെങ്കിലും സെറ്റ് ആയിക്കോണം. സമയായി. ഇവിടെ ഇരിക്കേ. ഒരു മിനിറ്റ്, ഇനി പോരാ. പോയിട്ട് വിട്ടുന്നു. ശിവൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഞാൻ എന്തായാലും പറയാം. ഞാനിപ്പോൾ കറൻലി ഒരു മീറ്റിങ്ങിന് കയറാൻ പോവാണ്. അതിനുശേഷം ഞാൻ വിളിക്കാം. ഹായ്. ഹലോ സർ. ഐ എം മോഹിത്. അരുൺ പറഞ്ഞിരുന്നില്ലേ? ഓക്കെ. അപ്പം നിലവിലൊരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ കോൺടെസ്റ്റ് വിൻ. അതിന് കമ്പനി പ്രിഫർ ചെയ്തിരിക്കുന്നത് കിരണിനെയാണ്. കിരൺ എടുത്തിരുന്ന ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് കിരണിനെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ അതിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ കമ്പനി സെലക്ട് ചെയ്യും.
അപ്പോൾ എന്നാ പറഞ്ഞ പോലെ ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോയിട്ട് വരാം, ഞാൻ പറയാം, വന്നിട്ട് പറയാം. വിളിക്കുന്ന വ്യക്തി താങ്കൾ വിളിക്കുന്ന വ്യക്തി